ഓണം അടുത്തതോടെ പൂക്കളും വിരിഞ്ഞു തുടങ്ങി. വയനാട്ടിൽ ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്ത വിളവെടുക്കാൻ ഒരുങ്ങുകയാണ് 4 യുവാക്കൾ. വയനാട് വിളമ്പുകണ്ടത്തെ 2 ഏക്കർ ഭൂമിയിലാണ് ഇവർ ചെണ്ടുമല്ലി പൂക്കൾ വിളയിച്ചെടുത്തത്. പൂക്കൾ കാണാൻ മാത്രം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഓണമായാൽ വയനാട്ടുകാർക്ക് പൂക്കൾ കിട്ടണമെങ്കിൽ കർണാടകയിൽ നിന്ന് എത്തണം, അല്ലായെങ്കിൽ കർണാടകയിൽ പോയി പൂക്കൾ വാങ്ങണം. എന്നാൽ വയനാട്ടിലെ മണ്ണിലും പൂക്കൾ കൃഷി ചെയ്യാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷകർ. 2 നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ വിളയിച്ചെടുത്തത്. ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് പുറമെ വാടാർമല്ലിയും വിളയിച്ചെടുത്തിട്ടുണ്ട്. നിരവധി പേരാണ് പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കുവാനും പ്രദേശത്തേക്ക് എത്തുന്നത്. ഞങ്ങളെല്ലാവരും പൂ കാണാൻ വന്നതാണ്. ഞങ്ങളല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഗുണ്ടൽപേട്ടയിലൊക്കെ പോയിട്ടായിരുന്നു ഇങ്ങനെ പൂക്കൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്ത് വിളമ്പുകണ്ടത്ത് ഇങ്ങനെ വന്നപ്പോൾ കാണാൻ വന്നതാണ്. ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും. ദുരന്തം അത് നമ്മുടെ ഈ ഭാഗത്തോട്ടും ഒക്കെ ഉണ്ടായിരുന്നു, വെള്ളം കയറിയിട്ടൊക്കെ ഫുള്ള്. ഇവിടെയും അത് അത്യാവശ്യം ബാധിച്ച, ഉരുള് കിട്ടിയിട്ടല്ല, വെള്ളം കയറിയിട്ട് ഇവിടെയാണെങ്കിലും താഴെ കുറെ പൂക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ആളുകളാണ്. കൃഷി വിജയകരമായെങ്കിലും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് വയനാട്ടിൽ ഓണാഘോഷ പരിപാടികൾ ചുരുക്കിയത് ഇവർക്ക് തിരിച്ചടിയായി. പൂക്കൾക്ക് വിപണി കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇതിനൊക്കെ നമുക്കിപ്പോൾ സാമ്പത്തികമാണ്. നമുക്കിപ്പോൾ ഈ പ്രാവശ്യം ഒരു ഓണവിപണി ഇല്ല. ഓണവിപണി കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അന്നേരം പിന്നെ വയനാട്ടിൽ ഓണാഘോഷം നമ്മളെ ദുരന്തം അറിയാലോ, അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഓണാഘോഷം വലിങ്ങനെ ഇല്ല എന്നാണ് ഉള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കിത് വിറ്റ് ഇതായാലാണ് നമ്മളെ സാമ്പത്തികം, അങ്ങനെ അത്രയും പൈസ മുടക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ഏകദേശം 1.5 ലക്ഷം മുതൽ മുടക്കിയാണ് BJP ജില്ലാ സെക്രട്ടറി കൂടിയായ അഖിൽ പ്രേം, ധനിൽകുമാർ, TN പ്രശാന്ത്, ജയ്സൺ എന്നിവർ ചേർന്നാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയത്. 2.5 ഏക്കറോളം വരുന്ന പൂപ്പാടം ഒരുക്കിയതിന് 1.5 ലക്ഷത്തിലധികം രൂപയാണ് ചെലവ്. ഓണം എടുക്കുന്നതോടെ വിപണി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ജനം, വയനാട്.